ഇനി കേന്ദ്രത്തിലേക്കാണ്. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ്ശക്തിയായി ഇന്ത്യ തുടരുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ട്. നടപ്പ് വർഷം രാജ്യം 7.4% വളർച്ച നേടും. 2025-ൽ ഇന്ത്യൻ രൂപ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കും സാമ്പത്തിക സർവേയിൽ പ്രശംസയുണ്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഭാവിക്ക് ഗുണകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഞായറാഴ്ച നടക്കുന്ന ബജറ്റ് അവതരണത്തിന് മുന്നോടിയായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ GDP വളർച്ച 6.8 മുതൽ 7.2 വരെയാണ് പ്രവചിക്കുന്നത്. യുഎസിന്റെ താരിഫ് വർധന ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്തുകാട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അടുത്ത വർഷം പണപ്പെരുപ്പം ഉയരുമെന്ന മുന്നറിയിപ്പും സാമ്പത്തിക സർവേ റിപ്പോർട്ട് നൽകുന്നുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നില്ല എന്നാണ് കണ്ടെത്തൽ. കേന്ദ്രത്തിന്റെ ധനക്കമ്മി നിയന്ത്രണത്തിലാണെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രശംസയുണ്ട്. ഗ്രാമീണ വികസനം, സാമൂഹ്യ വളർച്ച എന്ന മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതിനിടെ തുടർച്ചയായി 9ാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന നിർമ്മല സീതാരാമനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ക്രിയാത്മകമായ ചർച്ചകൾ പാർലമെന്റിൽ നടക്കണമെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. वित्त मंत्री निर्मला जी देश की पहली वित्त मंत्री ऐसी है, महिला वित्त मंत्री ऐसी है जो लगातार 9वीं बार देश के संसद में बजट प्रस्तुत करने जा रही है. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാപഠ്യം നിറഞ്ഞതെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. മീഡിയ 1, ഡൽഹി.